കുട്ടികൾക്ക് എവിടെയോ വലിയ മിസ്സിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരിക്കലും തന്നെ ഏറ്റവും കാരണം രാജാവിനെക്കാളും പ്രൗഢിയിൽ ഒരു സാധാ വീട്ടിൽ മുതൽ ഇത് ഇപ്പോൾ ഞാൻ അതിന് എക്സാമ്പിൾ പറയണം. അതായത് നമ്മുടെ ഒരു ഏറ്റവും കോടീശ്വരനായ അംബാനിയുടെയും മീൻസ് അംബാനി, ബിൽ ഗേറ്റ്സ്, സൂക്കർബർഗ്, ലിയോൺ മസ്ക്, ഇങ്ങനെയുള്ള പല വലിയ വരെ വീട്ടിൽ ലഭിക്കുന്ന അതേ സൗകര്യം തന്നെയാണ് 500 സ്ക്വയർ ഫീറ്റ് വീട്ടിലുള്ള ആ ഒരു കുട്ടിക്ക് ലഭിക്കുന്നത്. അതിൽ സാമ്പത്തിക അന്തരംഗം മാത്രമേ ഉള്ളൂ. സൗകര്യങ്ങളെല്ലാം സെയിം ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവന്റെ വീട്ടിൽ നെറ്റ് കിട്ടുന്നുണ്ട്, ഇവിടെ ഇന്റർനെറ്റ് ഉണ്ട്. അവ ഉപയോഗിക്കുന്ന മൊബൈലിലെ വ്യത്യാസമുള്ളൂ. ഞാൻ നിങ്ങളെ മുമ്പേ ഇരുന്ന് ഈ ബ്ലോഗ് ചെയ്ത മൊബൈലിന്റെ വില എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അവന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ 2 കോടിയാണെങ്കിൽ ഇതേ 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സാധാരണ കുട്ടിയുടെ വീട്ടിലിരിക്കുന്ന മൊബൈൽ 10,000-15,000 രൂപയ്ക്കകത്തുള്ളതായിരിക്കും. ആ വിലയുടെ അന്തരംഗമേ ഉള്ളൂ. അതിൽ കിട്ടുന്ന ചില ഫെസിലിറ്റീസിന്റെ വ്യത്യാസമുള്ളൂ, പക്ഷെ ഉപയോഗിക്കുന്ന എല്ലാം ഒരേ കണക്ടിവിറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രേക്ഷകർ മനസ്സിലാക്കണം, ഒരു വ്യത്യാസവും ഇല്ല. അതായത് രാജകീയ പ്രൗഢിയോടുകൂടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എങ്ങനെ കഴിയണോ, ഇന്ത്യയുടെ മറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് ഞാൻ പറയണില്ല, കാരണം അതൊക്കെ നമുക്ക് സെറ്റ് ആവാറില്ല. ഞാൻ പ്രൈം മിനിസ്റ്ററെ തന്നെ വയ്ക്കാം. പ്രസിഡന്റിന്റെ ലെവലിലുള്ള ഒരു സാമ്പത്തിക അന്തരംഗമാണ്. അല്ലെങ്കിൽ അംബാനി, അദാനി, ബിൽഗേറ്റ്സ്, മൈക്കിൾ സൂക്കർബർഗ്, ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കുറെ വലിയ പണക്കാര്, ഇവരുടെയൊക്കെ മക്കൾ അനുഭവിക്കുന്ന അതേ സൗകര്യത്തിന്റെ ഒരു 90% താഴെത്തട്ടിൽ അനുഭവിക്കുന്നുണ്ട്. വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ, അവർ ഏറ്റവും വില കൂടിയത് ഉപയോഗിക്കുന്നു, ഇവിടെ ആവറേജ് ഉപയോഗിക്കുന്നു. പക്ഷേ 30 വർഷത്തിന് മുമ്പേ നിങ്ങൾ ഇറങ്ങി ചെല്ലൂ, രാജാവ് വിഭവ സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കും, മന്ത്രിമാര് കഴിക്കും, പരിവാരങ്ങൾ കഴിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നോക്കി നോക്കൂ, നിങ്ങളുടെ വീട് പോലും 4 ചുവരില്ല. നിങ്ങൾ 30 വർഷം പുറകിലോട്ട് ഇറങ്ങും. ഞാൻ തെളിവോടെ ഇപ്പൊ ബാക്കിൽ നിന്ന് വരാം. ആ വീടുകളെല്ലാം തന്നെ ഓല കൊണ്ട് മറച്ച ചുവരുകളാണ്. അതിനകത്ത് അതായത് ഒരു വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ 363 ദിവസവും കുടിക്കുന്നത് കഞ്ഞിയോ കപ്പയോ എന്തെങ്കിലും ഇച്ചിരി വെള്ളമായിരിക്കും. അത് തന്നെയും കിട്ടാതെ ആ വീട്ടിലെ 60% പേരും അർത്ഥപട്ടിണിയിലായിരിക്കും. കുട്ടികളൊക്കെ നല്ല ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ, എന്തെങ്കിലും നല്ല ഭക്ഷണത്തിന് വേണ്ടി കൊതിച്ച് ആഗ്രഹിക്കും.